പാസ്ത ലവേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ വേർഷൻ ഓഫ് വൈറ്റ് സോസ് പാസ്തയാണ് ഇന്ന് ചെയ്യുന്നത്. വെള്ളം ചൂടായതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് പാസ്തയാണ് ചേർത്തിരിക്കുന്നത്. നമ്മളെടുക്കുന്ന പാസ്ത അനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ടൈം അല്ലെങ്കിൽ അൽ ഡെൻറ്റെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് പാസ്ത കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടെ ഇട്ടിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഒരു പകുതി സവാള, ഒരു പകുതി ക്യാരറ്റ്, ഒരു പകുതി ക്യാപ്സിക്കം, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് 2-3 മിനിറ്റ് സോട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ചിക്കനോ മീറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായാലും ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ച് കോൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രോസൺ കോണാണ്, അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി കൊടുക്കാം. സെയിം പാനിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് മൈദയോ അല്ലെങ്കിൽ ആട്ടയോ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ വൈറ്റ് സോസിൻ്റെ കൺസിസ്റ്റൻസി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മൈദയും പാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് തിക്കായിട്ട് എടുക്കുന്നില്ല. പാല് കുറേശ്ശെ ആഡ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സുമാണ് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുള്ളൂ. വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യരുത്. ഉപ്പും എരിവും നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ച് സ്പൈസി വൈറ്റ് സോസ് പാസ്തയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ചധികം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ വൈറ്റ് സോസ് പാസ്തയിലും വെജിറ്റബിൾസിലും നന്നായിട്ട് കോട്ടാവുന്നത് വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇറ്റാലിയൻ സീസണിങ്ങോ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വൈറ്റ് സോസിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പാസ്ത കുക്ക് ചെയ്യുമ്പോൾ എടുത്തിരിക്കുന്ന വെള്ളം കുറച്ച് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. പാസ്ത വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയതിന് ശേഷം ചീസ് സ്ലൈസും മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡിയാണ്. ചീസിൻ്റെ ക്വാണ്ടിറ്റിയും വൈറ്റ് സോസിൻ്റെ കൺസിസ്റ്റൻസിയും നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പാസ്ത ചൂടോടെ കഴിക്കാനാണ് നല്ലത്, പ്രത്യേകിച്ച് വൈറ്റ് സോസ് പാസ്ത. അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ അത്ര പ്രിഫർ ചെയ്യരുത്. പക്ഷേ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. സംഭവം അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.